ഫ്രണ്ട്സ് ഡയറക്റ്റ് ഹീറോയെ മയങ്ങി വീണ ഹീറോയിനെ എടുത്തുകൊണ്ട് അവർ പോയിരുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞ ഗൾക്ക് എന്നിട്ട് പ്രപ്പോസ് ചെയ്തതാണ്. രാഹുൽക്ക് ഹീറോയിൻ ചേട്ടാ പറയായിരുന്നു, നീ പ്രിയക്കല്ല എനിക്ക് പ്രപ്പോസ് ചെയ്ത് വെച്ചോ, അല്ല പ്രിയക്കല്ല നീ അനുക്കില്ല പൂജ പ്രപ്പോസ് ചെയ്ത് പോയി എന്ന് പറയായിരുന്നു. രാഹുൽക്ക് വീട് വാടിപ്പോയായിരുന്നു. ചോദിച്ചാൽ ഹീറോയിനെ എടുത്തോണ്ട് അവർ പോയിരുന്നു. ഹീറോയിൻ മയങ്ങി വീണത്. ഇപ്പം വീട് ഞാൻ ഡ്രീം കണ്ടതായിരുന്നു. ഹീറോയിൻ നോക്കുമായിരുന്നു. വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറോ ഇറങ്ങി ഹീറോയുടെ ചേട്ടനും അവരെല്ലാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫോണിൽ സംസാരിക്കായിരുന്നു, വീഡിയോ കോളിൽ. എന്താ ഇവിടെ നടക്കുന്നത് ഹീറോയ്ക്ക് കാരണം. പിറ്റേ സംബറയിൽ ഹീറോയിനൊക്കെ മുറക്കായിരുന്നു. എന്തിനാ മുറക്കില്ലെന്ന് പറയുന്നത് ചേട്ടാ പറയുന്നു. മോളെ പ്രിയ, എന്താ ചേട്ടാ? ഇല്ല നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നത് പറഞ്ഞ് ഇവിടെ ഹോട്ടലിൽ പോകണം. പിന്നെ അത് പറയുന്നു. അപ്പോൾ ആറാം പറയുന്നു, അതൊന്നും വേണ്ട, നിങ്ങളിവിടെ താമസിച്ചോ? ഇല്ലപ്പാ അത് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മാനേജർ വിളിച്ചായിരുന്നു. എന്നിട്ട് മാനേജർ പോയിട്ട് ഇവിടെ സാധനം എടുത്തിട്ട് വരെ പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇത് വലിയ വീട്, അതിൽ ആറാം പറയായിരുന്നു, ഇത് വലിയ വീടാണ്, ഇത്ര ആൾ വന്ന് താമസിക്കാമെന്ന് പറയായിരുന്നു. ഇതെൻ്റെ ഫ്ലാറ്റാണെന്ന് പറയായിരുന്നു. ജിമിൻ പറയായിരുന്നു, അങ്ങനെ നിങ്ങൾക്ക് നമുക്ക് റൂം തരാം എന്ന് പറഞ്ഞത് ജിമിൻ റൂം എടുത്തായിരുന്നു. അപ്പോൾ ജിമിൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ റൂം കൊടുത്തായിരുന്നു. അവരും ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. ഇവരെ എടുത്ത് തപ്പിക്കാൻ നോക്കി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജിമിന് പിടിച്ച് വെച്ചായിരുന്നു. എവിടേക്കാണ് പോകുന്നത്? അതൊന്നുമില്ല, എനിക്കിവിടെ കറങ്ങാൻ വന്നതാണ്, എനിക്ക് കുറച്ച് നാളുള്ളത്, പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് പോകും എന്ന് പറയായിരുന്നു. ജിമ്മിന് ഹീറോയിനൊക്കെ മുറക്കായിരുന്നു. ആരടിയത് എന്ന് കേൾക്കായിരുന്നു. രാഹുൽ അതൊക്കെ ഫ്രണ്ട് പ്രപ്പോസ് ചെയ്യോ? എനിക്കവിടെ അറിയില്ല എന്നെ ഹീറോയി പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെയായിട്ട് ഇന്ത്യയൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡിയോട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കേനാ അത് എന്താന്ന് പറയുന്നത് ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് വീഡിയോസ് നമ്പേഴ്സ് 7 പേര് ഇപ്പോൾ നമുക്ക് പിടിച്ചിട്ടുണ്ട് മാരേജിക്ക്. അതിന് വേണ്ടിയിട്ട് അവരെല്ലാം ഓരോ ഡെഡിക്കേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിന് മാരേജിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇതിന് കുറച്ച് നാൾ ഇരിക്കാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡി വന്നായിരുന്നു, ഗ്രാൻഡ് വന്നായിരുന്നു. അങ്ങനെ കൊറിയ സൈസിൽ ഫസ്റ്റ് മാരേജ് നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ദേശവും പിന്നെ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഇന്ത്യ സൈസ് മാരേജ്. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. നിങ്ങളെന്നെ മാരേജ് കഴിച്ചാൽ നിങ്ങൾക്ക് 7 പേർക്ക് എന്നെ പിടിച്ചിന എന്ന് പറഞ്ഞ ഹീറോ വായു വളർന്നായിരുന്നു. അതുകൊണ്ട് അതെ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞ് 7 പേർ ഹീറോ നോക്കി പറയാറ്. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ വീട് ചേഞ്ച് ആയിരുന്നു. പാവ ഹീറോയിൻ. അങ്ങനായിട്ട് ഇങ്ങനെ ഹീറോയിൻ റൂമൊക്കെ പോകാൻ പറഞ്ഞായിരുന്നു. ഹീറോയിൻ മമ്മി പറയായിരുന്നു, ഗ്രാൻഡ് പാ സീക്രട്ട് റൂം പറഞ്ഞാൽ എന്താ അതെ ഹീറോയ്ക്ക്. അതേ പിന്നെ ഒരു സീക്രട്ട് റൂമില്ലേ ഹീറോയ്ക്ക് താലി ഉണ്ടായിരുന്നു. 7 താലി ഉണ്ടായിരുന്നു. അവരുടെ ഗ്രാൻഡ് പാ അത് താലി പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഡിസൈൻ താലി ഗ്രാൻഡ് പാ ഓൾറെഡി ഹീറോയ്ക്ക് വേണ്ടി നല്ല ഡിസൈൻ താലിമേ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നെയിം ഉണ്ടായിരുന്നു അതിൽ. അതാണ് ഗ്രാൻഡ് പാ വെച്ചിട്ടുള്ളത്. ഡിസൈൻ വെച്ചിട്ട് ആൾ വെച്ച് ഡിസൈൻ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് താലി ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എല്ലാവരും പേരുണ്ടായിട്ട് ഗ്രാൻഡ് പാ പറയുന്നു, എനിക്ക് ഓൾറെഡി അറിയുമ്മ, എനിക്കൊരു പാരറുണ്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് റൂമൊക്കെ പോയിരുന്നു. ഹീറോയിൻ എല്ലാവരും പറയുന്നു. ഹീറോയ്ക്ക് പറഞ്ഞ ആ വീട് റൂം പറഞ്ഞു സൗണ്ട് റൂഫ് റൂമാണ്. വെളിയിൽ ഒരു ശബ്ദമൊന്നും അകത്ത് നടക്കുന്ന ശബ്ദമൊന്നും കേൾക്കില്ല. അങ്ങനെയായിട്ട് ഹീറോയിൻ റൂം പോയായിരുന്നു. ഹീറോയിൻ റൂം 7 പേര് ഹീറോയിൻ ലുക്കിലായിരുന്നു. ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങിയായിരുന്നു. പാവ ഹീറോയിൻ കൊടുമ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഇങ്ങനെ ഡേയ്സ് പോകുന്നത് അവർ ഭയങ്കര കെയറിങ് ലവ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. പാവ ഹീറോയിൻ. അങ്ങനെ ഹീറോയ്ക്ക് നന്നായിട്ട് അങ്ങനെ 7 പേര് ഹീറോയിനെ ലവ് ടോർച്ചർ കഴിഞ്ഞില്ല. ഹീറോയ്ക്ക് ഇങ്ങനെ ഡേയ്സ് പോകാൻ 1 മണിയാവും വീട്ടിൽ വരാമെന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ഓൻ്റെ പെറ്റിട്ട് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനെ നന്നായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് 8 ബേബീസ് ജനിച്ചായിരുന്നു. 8 ബേബീസാണ്. 7 ബോയ് ലാസ്റ്റ് ഗേൾ ബേബിയാണ് ഹീറോയിൻ. അങ്ങനെയായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ബേബി ജനിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ബേബീസ്ക്കെല്ലാം 1 വയസ്സായി. ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോകുമ്പോൾ 1 വയസ്സായി. പൂജ പറയായിരുന്നു. പൂജ വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് വന്നത് ഹീറോയ്ക്ക് കരുതി എന്തടി പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പൂജേൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. എടി ഈ ബാംചേനിക്ക് വേറെ പണിയിലടി, അവനെനിക്ക് ലവ് ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ പൂജ പറയുന്നത് അനു കയറിഞ്ഞോണ്ട് വരാം എന്തടിയെ പറ്റി. അനു പറയായിരുന്നു, ഈ ഫ്ലിക്സിന് വേറെ വഴിയില്ലടി, എനിക്ക് ലവ് ടോർച്ച, എനിക്കിപ്പോൾ മാരേജ് കാറി പറയാറുണ്ടടി, എനിക്ക് മാരേജ് എന്ന് പറഞ്ഞ ഹീറോ 2 പേർക്ക് അറിയായിരുന്നു.
ഹീറോ ഈ സമാധാനമൊക്കെ കോൾ ചെയ്ത് കട്ട് ചെയ്തു. ആ നമ്മൾ രണ്ടുപേരും ഇന്ത്യക്ക് പോവാം എന്ന് പറയുന്നു. രണ്ടുപേർക്ക് മാരേജ് വരെ. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പൂച്ചേൻ്റെ മാരേജൊക്കെ നമുക്ക് പൂച്ചേൻ്റെ മാരേജ് പൂജേൻ്റെ ഫങ്ഷനാണ് മാരേജ് കഴിക്കുന്നത്. പൂജേൻ്റെ മാരേജൊക്കെ പോയിരുന്നു. പൂജയൊക്കെ നന്നായിട്ട് മാരേജ് ഫങ്ഷന് കൂടെ ആയിരുന്നു. പിന്നെ ഹനുവിൻ്റെ മാരേജ് ഫിക്സ് കൂടെ ആയിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ്. ഹീറോ ചിരിക്കായിരുന്നു. രണ്ടുപേരും എൻജോയ് സൈസ് മാരേജ് ആയിരുന്നു. ഹീറോയിൻ്റെ കോളത്ത് കണ്ട് രണ്ടുപേരും കോമഡി കണ്ട് എന്നിട്ട് ചിരിക്കുന്ന ചേച്ചി അതൊന്നും ഇല്ലടി എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് അതുപോലെ പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി രണ്ടുപേരും കോമഡി കളിച്ചിരിപ്പ് അതായിരുന്നു. അങ്ങനെ ഹീറോയെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയും മച്ചി എന്ന് പറയാൻ എന്തടി പറയുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ചുകൂടെ ഹീറോയിൻ്റെ ബേസ് കുറച്ച് വളർന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവ രണ്ടുപേരും പറയുന്നു ഞങ്ങൾ രണ്ടുപേരും പെണ്ണിട്ടടി എന്താ എന്ന് പറഞ്ഞ് ഹീറോയി ഷാക്കാണ്. അതേടി എന്ന് പറയുന്നു ഫ്രണ്ട്സ് രണ്ടുപേരും. അവർ കൺഗ്രസ് മച്ചി എന്ന് പറയുന്നത്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇന്ത്യൻ സൈസും കൊറിയൻ സൈസും മാരേജ് ആയിരുന്നു. രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ട്രിപ്പ് പോകുമ്പോൾ അവർ കൂടെ ചുമ്മാ കറങ്ങുന്ന അതല്ല ചെയ്യുന്നത്. അതാണ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എന്തടി കാര്യം എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയുന്നു അതടി നമ്മളെ ചേട്ടന്മാർക്ക് അങ്ങനെ ഹീറോ ഇന്ത്യക്ക് വന്നായിരുന്നു. അതെ ഹീറോ രണ്ട് ചേട്ടന്മാരുടെ ഫ്രണ്ട്സൊക്കെ മാരേജ് ആയിരുന്നു. പൂച്ചയുടെ ചേട്ടനക്ക് ചുമ്മാ പറഞ്ഞ് കൊറിയക്ക് വന്നാൽ കൊറിയയിൽ പറഞ്ഞ ഒരു ഗേൾ പറഞ്ഞ സിഒ ഗേൾ ആ ഗേൾക്ക് പറഞ്ഞ പൂച്ചയുടെ ചേട്ടനെ ഇഷ്ടപ്പെട്ടു മാരേജ് കഴിച്ചായിരുന്നു. ആ ഗേളിനെ പറഞ്ഞ ബിസിനസ് മാൻ ഗേളാണ്. ഹൗസ് പറഞ്ഞ മോഡൽ ഡിസൈൻ പറഞ്ഞ ഗേളാണ്. സിഒ ആണ് ആ ഗേളുടെ. പിന്നെ ഒരു ഗേൾ പറഞ്ഞ ആദിനെ ലവ് ചെയ്ത് പറഞ്ഞ ഒരു ആക്ടറാണ്. ആ ഗേൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ട് കമ്പനി വെച്ച് റൺ ചെയ്ത ഡയറക്ടർ ഗേളാണ്. ആ ഗേൾ ലവ് ചെയ്തത്. ഹീറോയുടെ ചേട്ടൻ ലവ് ചെയ്തത് ബിസിനസ് ഗേൾ ആണ്. സിംഗിങ് ഐഡൽ കമ്പനി വെച്ച് സിഒൻ്റെ മകളാണ്. അത് ഹീറോയിൻ്റെ ചേട്ടൻ ലവ് ടോട്ട് ചെയ്തത് മകളെ.